നമസ്കാരം, ഞാൻ മെൽവിനാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ ഒരു സോളാർ ഒരു സ്പോട്ട് ലൈറ്റ് ആണ് നമ്മൾ ഇന്ന് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ ഒരെണ്ണം വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ നല്ലൊരു എക്സ്പീരിയൻസ് കാരണം ഞാൻ ഒരെണ്ണം കൂടി ഓർഡർ ചെയ്തു. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നല്ലൊരു റിസൾട്ട് ഉള്ള ഒരു സോളാർ ലൈറ്റാണത്. അപ്പോൾ നമുക്കത് എന്താ പറയുക, അത് മെയിൻ ഉപകാരം എന്ന് പറഞ്ഞാൽ നല്ലൊരു ബാക്കപ്പ് തന്നെ കിട്ടുന്നുണ്ട്. നമുക്കതിൻ്റെ റിമോട്ട് കൺട്രോൾ ഉണ്ട്, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഇതിനുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ പുതിയ ഒരെണ്ണം ഓർഡർ ചെയ്തു. അപ്പോൾ അത് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കും നമ്മൾ നോർമലി. അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂടെ ആവും. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ, എങ്ങനെയാണ് അതിൻ്റെ സൈസും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് 2 ദിവസമായി വന്ന് എടുക്കുന്നു. ഇപ്പോൾ 7 ദിവസം പിന്നെ റീപ്ലേസ്മെൻറ്റ് ഇതിൻ്റെ വാറണ്ടി ഉണ്ട്. അപ്പോൾ അതിനുള്ളിൽ നമുക്കത് എന്തെങ്കിലും പൊട്ടിച്ച് നോക്കണമല്ലോ. ഞാനിപ്പോൾ ഇത് ഒരെണ്ണം വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു മാസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് ഞാനിപ്പോൾ രണ്ടാമതും ഓർഡർ ചെയ്തത്. ഇത് IP67 ആണ് ഈ ഒരു മോഡൽ വരുന്നത്. അപ്പോൾ മഴയത്തിരുന്നാൽ യാതൊരു പ്രശ്നവുമില്ല. പിന്നെ ഇതിൻ്റെ ഒപ്പം റിമോട്ട് കൺട്രോൾ ഉണ്ട്. അപ്പോൾ അത് നല്ലൊരു ബെനിഫിറ്റ് ആണ്, കാരണം നമുക്ക് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് റിമോട്ടിൽ ചെയ്യാൻ പറ്റും. പിന്നെ അതിന് പോയി ടച്ച് ചെയ്യാനും പിടിക്കാനും നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇത് വന്നിട്ടുള്ളത്. നമുക്ക് എടുത്ത് നോക്കാം. ഓക്കെ, ഇതിൻ്റെ ഒപ്പം ഇതിൻ്റെ ബില്ല് വന്നിട്ടുണ്ട് 1799 രൂപയാണ് ഇതിൻ്റെ വില. അപ്പം നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. ഓക്കെ, ഇതാണ് ഹോം ഹോപ്പ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ഇതിലാണ് നമ്മളിത് വാങ്ങിച്ചിട്ടുള്ളത്. ആമസോണിൽ നിന്നാണ് ഞാനിത് ഓർഡർ ചെയ്തിട്ടാ. ഞാനിതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കയറി നോക്കാം, താല്പര്യപ്പെട്ടെങ്കിൽ വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം. ഞാനിത് വെച്ചിട്ടുള്ള എൻ്റെ സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം. ഇപ്പോൾ തുറന്ന് വരുമ്പോൾ കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്. മുകളിൽ ഇതിൻ്റെ റിമോട്ട് ഉണ്ട്. അധികം വേറെ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ ഇത് പിടിപ്പിക്കാനുള്ള നട്ട് ബോൾട്ട് ഉണ്ട്. മുകളിൽ ഇതാണ് നമ്മുടെ പാനൽ വരുന്നത്. അതിൻ്റെ മുകളിൽ ഫോം ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ ലൈറ്റ്. 40 വാട്ടിൻ്റെയാണ് ഈ ഒരു സംഭവം വരുന്നത് കേട്ടോ. IP67 ഇവിടെ എഴുതിയിട്ടുണ്ട്. സോളാർ ലൈറ്റ് ഹോം ഹോപ്പ്, അതാണ് ഇതിൻ്റെ ഒരു പേര്. ഹോം ഹോപ്പ് എന്ന് സെർച്ച് ചെയ്താലാണ് നിങ്ങൾക്ക് ആമസോണിലേക്ക് ഇത് കിട്ടുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒപ്പം വന്നിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് നമുക്കൊരു സ്റ്റാൻഡ് പോലെ ഇതിങ്ങനെ വെക്കാം. കണ്ടോ, ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ സ്റ്റാൻഡ് പോലെ നിലത്ത് വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് എല്ലായിടത്തും പിടിപ്പിക്കണമെങ്കിൽ പിടിപ്പിക്കാം. പിന്നെ ഈ സോളാർ പാനൽ നമുക്ക് പിടിപ്പിക്കാനുള്ള ഒരു സംഭവമാണ് ഈ ഒരു ഫ്രെയിം തന്നിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമുക്ക് ഇത് പിടിപ്പിക്കാനും പറ്റും. അപ്പോൾ സംഭവം വളരെ ഈസിയാണ്. ഇതിൻ്റെ ഉള്ളിൽ മറ്റേ പിടിപ്പിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സ്ക്രൂ ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇത് ഇതിൻ്റെ റിമോട്ട് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൽ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. ബ്രൈറ്റ് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, പിന്നെ 3 മണിക്കൂർ, 5 മണിക്കൂർ, 8 മണിക്കൂർ, അങ്ങനെ 3 മോഡിൽ നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓട്ടോ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ നോർമലായിട്ട് ഇങ്ങനെ ഇരുട്ടാവുന്നതനുസരിച്ചിട്ട് 6:15, 6:30 നേരമൊക്കെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഓൺ ആവുന്നുണ്ട്. നല്ല ലൈറ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ റിസൾട്ട് ഞാൻ ഇതിൻ്റെ കാണിച്ചു. ഞാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അതിൻ്റെ ഞാൻ വീഡിയോസ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങിച്ച നല്ലൊരു ഇതാണ് കേട്ടോ. കാരണം നമുക്കൊരു റിസൾട്ട് ഉണ്ട് നന്നായിട്ട്. ഇനി എത്ര നാൾ ഓടുന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പോൾ വാറണ്ടി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. അതുപോലെ അതൊക്കെ ചെയ്യാൻ നമുക്ക് അതിൽ കാണിക്കും. ഇപ്പോൾ നോർമലി നമുക്ക് ഇതിന് 1 ഇയർ വാറണ്ടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ള വീഡിയോ. ബാക്കി നിങ്ങൾ കണ്ടു നോക്ക് ബാക്കിയുള്ള വീഡിയോ ക്ലിപ്പ്, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിലാണ്. അതായിരിക്കും. ബൈ ബൈ. അപ്പോൾ നമ്മുടെ പുറത്ത് വെച്ചിരിക്കുന്ന സോളാർ ലൈറ്റിൻ്റെ ഒരു പെർഫോമൻസ് ആണ് ഞങ്ങൾ കാണുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 7 മണി നേരമായി, ഇരുട്ടായി വരുന്നു. അപ്പോൾ നമുക്ക് ഫുൾ ഇരുട്ടായി കഴിഞ്ഞാലാണ് ശരിക്കത് നമുക്കത് അത്ര കിട്ടുള്ളൂ കറക്റ്റ്. എന്നാലും നിങ്ങൾക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും
ഇതാണ് നമ്മുടെ ഏരിയ. ഞാനിപ്പോൾ ഇത് വളരെ കുറച്ചിട്ടേക്കാണ്. അപ്പോൾ ഈ ലൈറ്റ് ഇങ്ങനെ നമുക്ക് ഇതാണ് റിമോട്ട്. ഈ റിമോട്ടിൽ നമുക്ക് കാണിച്ചു തന്നിട്ടോ നേരത്തെ. അപ്പോൾ ഈ റിമോട്ടിൽ നമുക്ക് പ്ലസ് ചെയ്യാം. കണ്ടോ? ഓക്കെ, അപ്പോൾ ഇത് ഫുള്ളായി. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ലൈറ്റ്. അത്യാവശ്യം നമുക്ക് നല്ല ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവാനായിട്ട് ഇവിടെ നിന്ന് നിങ്ങൾ നോക്കി ഇപ്പോൾ നമ്മുടെ ഒരു വീടിൻ്റെ ഒരു ഇതറിയാലോ. അപ്പോൾ എവിടെ വരെ ലൈറ്റ് കിട്ടുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ആ ഒരു ഭാഗത്ത് എന്തോ ലൈറ്റ് വരുന്നുണ്ടെന്ന് ഇപ്പോൾ നമുക്ക് ഞാനിത് തിരിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവും. കണ്ടോ? എത്ര വെളിച്ചുണ്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു വിഷ്വൽ കാണുമ്പോൾ മനസ്സിലാവും. ഞാനിപ്പോൾ ഇത് ഒന്നും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആക്കാനായിട്ട് ഞാനിത് ഓഫാക്കാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഡിഫറൻസ് മനസ്സിലാവും. കണ്ടോ? ഇപ്പോൾ ഓഫായി, ഇനി ഓണാക്കി നോക്കാം. കണ്ടോ? അതിന് മുകൾ ഭാഗം വരെ കിട്ടുന്നുണ്ട്. കണ്ടോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ പെർഫോമൻസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ചോ, സംഭവം വർത്താണ്. അടുത്ത വീഡിയോയിലാണ്. അതായിരിക്കും. ബൈ ബൈ.